السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحابه وأتباعه الفائزين أجمعين സ്നേഹ ബഹുമാനം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ ശഅബാൻ ശഅബാൻ മാസത്തിന്റെ 27ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നാളെ 27ാമത്തെ പകലാണ്. പടച്ച റബ്ബ് നമ്മളെല്ലാവരെയും ആഫിയത്തോടെ ആരോഗ്യത്തോടെ റമളാനിലേക്ക് എത്തിക്കുമാറാവട്ടെ. പലരുമൊക്കെ ചോദിച്ചു, ഉസ്താദെ റമളാൻ 1 എന്നായിരിക്കും, നോമ്പ് എന്നാണ് തുടങ്ങുന്നത്? പരിശുദ്ധമായ ഈ റമളാൻ മാസം നമ്മളിലേക്ക് വരുന്നത് 2026 നമ്മളെല്ലാവരും ഉള്ളത്. 2026 വിശുദ്ധമായ റമളാൻ മാസം നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈ വരുന്ന ചൊവ്വാഴ്ച 17-ാം തീയതി ചൊവ്വാഴ്ച പരിപാവനമായ ശഅബാൻ 29ാമത്തെ ദിവസമാണ്. അന്നത്തെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ ഇൻഷാ അല്ലാഹ് 18-ാം തീയതി ബുധനാഴ്ച നമ്മൾ റമളാൻ 1 പ്രവേശിച്ചു. അതായത് അന്നത്തെ ബുധനാഴ്ച പകൽ നമ്മൾ നോമ്പുകാരായിരിക്കും. ഇനിയിപ്പോൾ 17-ാം തീയതി ചൊവ്വാഴ്ച മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ 18-ാം തീയതി ബുധനാഴ്ച നമ്മൾ ശഅബാൻ 30 പൂർത്തിയാക്കി 19-ാം തീയതി വ്യാഴാഴ്ച നമ്മൾ റമളാൻ 1 പ്രവേശിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നാൽ ഈ വരുന്ന ചൊവ്വാഴ്ച 17-ാം തീയതി അന്നത്തെ മഗ്‌രിബോട് കൂടി നമുക്കറിയാൻ പറ്റും എന്നാണ് റമളാനിന്റെ നോമ്പ് തുടങ്ങുന്നത്. അത് ബുധനാഴ്ചയാണോ അതോ വ്യാഴാഴ്ചയാണോ എന്ന് നമുക്ക് ചൊവ്വാഴ്ച മഗ്‌രിബോട് കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഈ റമളാൻ മാസം അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി നമ്മുടെ അതിഥിയാകുന്ന റമളാനിനെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇന്നിപ്പോ ശനിയാഴ്ച ആയിരുന്നു അല്ലെ? ഇന്നത്തെ രാവിലത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പരിശുദ്ധമായ റമളാൻ, ആ റമളാൻ വരുന്ന സമയത്ത് ആ റമളാനിനെ എങ്ങനെയൊക്കെ നമ്മൾ സ്വീകരിക്കണം, ആ റമളാനിനെ എങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം, റമളാൻ വരുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു വെക്കേണ്ടതെന്നുള്ള വിശാലമായ കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ ഇന്നത്തെ രാവിലെ നമ്മുടെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാകും. ഇല്ലാത്തവരൊന്ന് കേട്ടു നോക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കാനുണ്ട് റമളാൻ വരുന്നതിന് മുമ്പേ തന്നെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നല്ല മനസ്സോടെ നല്ല ശരീരത്തോടെ റമളാനിനെ സ്വീകരിക്കാനും അതിനെ പ്രയോജനപ്പെടുത്താനും ആ റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് താമസിക്കേണ്ട, നമുക്ക് ദിക്ർ ഔറാദുകളിലേക്ക് കടക്കാം. ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് അവസാനം ദുആരക്കും. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദിക്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കാനുള്ള ദുആയാണ് പരിശുദ്ധമായ ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ള റബ്ബനാ ആത്തിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന ദുആ. ഈ ദുആ ചെയ്താൽ നമ്മുടെ ദുനിയാവ് നന്നാവും, നമ്മുടെ ഖബർ ജീവിതം നന്നാവും, നമ്മുടെ മരണം നന്നാവും, നമ്മുടെ ആഖിറം നന്നാകും, നമുക്ക് നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടും, സ്വർഗ്ഗപ്രവേശനം കിട്ടും. എല്ലാം ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞോ. റബ്ബനാ ആത്തിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആത്തിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആത്തിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. നമ്മുടെ കൂട്ടത്തിലെ ഒരുപാട് പേര് രോഗികളായി കഴിയുന്നുണ്ട്. എത്രയോ ആളുകളാണെന്നറിയോ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ. എത്രയോ ദുആ വസിയത്തുകളാണ് ഓരോ ആളുകളും പറയുന്നത്. അല്ലാഹു തആല ക്യാൻസർ രോഗം വന്നവരുണ്ട്, അതിൻ്റെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു, കീമോ ചെയ്യുന്നു, അതുപോലെ റേഡിയേഷൻ ചെയ്യുന്നു. അല്ലാഹു തആല ശിഫാ കൊടുക്കുമാറാവട്ടെ. കിഡ്നി രണ്ടും ഫെയിലായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട്, അല്ലാഹു തആല രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ അപകടം പറ്റി ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ കഴിയുന്നവരുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ 100,000 രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന 10,000-കണക്കിന് ആളുകൾ നമ്മളോട് ദുആരക്കാൻ പല അവസരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദുആരക്കുന്നു. എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാവാൻ എല്ലാവരും ഒന്ന് പറഞ്ഞു കേട്ടോ. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. പരിപാവനമായ ശഅബാൻ മാസത്തിന്റെ അവസാനത്തെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനിലേക്ക് എത്താൻ ആത്മാർത്ഥമായി നമ്മൾ ദുആരക്കണം. നമ്മൾ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ തുടക്കം മുതൽ ചെയ്തു വരുന്ന ആ ദുആ നമുക്കൊന്ന് കുറച്ചു വട്ടം പറഞ്ഞാലോ? അല്ലാഹു തആല റജബിലും ശഅബാനിലും നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. റമദാനിലേക്ക് നമ്മളെ ആഫിയത്തോടെ അല്ലാഹു തആല എത്തിച്ചു തരുമാറാവട്ടെ. ആമീൻ. ചൊല്ലിക്കോ.
اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن അള്ളാഹുവിൻ്റെ പവിത്രമായ ഇസ്മുകളിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ള ചില ഇസ്മുകളുണ്ട്. അതുപോലെ ഇസ്മുൽ അഅ്ലമാണെന്ന് മഹാന്മാർ പരിചയപ്പെടുത്തിയ ചില ഇസ്മുകളുണ്ട്. അതിൽപ്പെട്ട രണ്ട് ഇസ്മുകൾ, രണ്ട് നാമങ്ങൾ പവിത്രമായ ഈ ദിക്റിന്റെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ആ ദിക്ർ നമുക്ക് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് അവസാനം ദുആരക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ പറച്ചിലും നമ്മുടെ ദുആയും നമ്മുടെ ദിക്ർ ഔറാദുകൾ എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും നല്ല മനസ്സോടുകൂടി പറഞ്ഞോട്ടോ. പറയുന്ന സമയത്ത് മനസ്സിലുള്ള ഹലാലായ മുറാദുകളൊക്കെ പഠിച്ചവനെ ഹാസിലാക്കി തരണേ അല്ലാ ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് എന്ന് നല്ലവണ്ണം നമ്മൾ ഇൻഷാ അല്ലാഹ് മനസ്സിൽ തേട്ടം കൊണ്ടുവരണം. പറഞ്ഞോ, യാ ഹയ്യു യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ് 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 യാ ഹയ്യു യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ്
يا حي يا قيوم يا دائم يا الله 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 يا حي يا قيوم يا دائم يا الله. നമ്മളെല്ലാവരും മുസ്ലിമായി ജനിച്ചവരാണ്, മുസ്ലിമായി ജീവിക്കുന്നവരാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും മുഅ്മിനീങ്ങളായി മുസ്ലിമീങ്ങളായി തൗബയോടുകൂടി ഈമാനോടുകൂടി മരിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജീവിച്ചാൽ മാത്രം പോരാ, മരിക്കുന്ന സമയത്തും മുസ്ലിമായി മരിക്കണം. അല്ലാഹു തആല നമുക്ക് അതിനുള്ള മഹാസൗഭാഗ്യം തരട്ടെ. അതിനെന്ത് ചെയ്യണം? നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം, കൂട്ടത്തിൽ നല്ലവണ്ണം ദുആരക്കണം. എങ്ങനെയാണ് ദുആരക്കേണ്ടത്? അല്ലാഹുവേ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ, സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ എന്ന് ദുആരക്കണം. മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു നൽകിയ ആ ഒരു ദുആ നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും പറഞ്ഞോ. اللهم توفني مسلما وألحقني بالصالحين. 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 ഇസ്തിഗ്ഫാർ കുറച്ച് പറഞ്ഞാലോ? അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചില വാക്കുകളാണ് ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ. ഒരു അടിമ ഇസ്തിഗ്ഫാർ പറയുമ്പോൾ അള്ളാഹ് സന്തോഷിക്കുന്നതാണ്. കാരണം എന്താണെന്നറിയോ? ചെയ്തുപോയ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ്
എന്നിലേക്ക് അടുക്കുകയാണല്ലോ അവൻ എന്നുള്ള ചിന്ത അള്ളാഹ്ക്ക് ഉണ്ടാകുമെന്നാണ്. പടച്ചവൻ നമ്മുടെ എല്ലാ തെറ്റുകളൊക്കെ വിട്ടുപുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. ഇസ്തിഗ്ഫാർ പരമാവധി അധികരിപ്പിക്കുക. അത് നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല, ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇസ്തിഗ്ഫാർ കുറച്ച് വട്ടം പറയാം. ആ കൂട്ടത്തിൽ നമുക്ക് നാവ് കൊണ്ട് പറഞ്ഞാൽ ഒരുപാട് ഗുണം കിട്ടുന്ന, മഹാന്മാർ പറയുന്നു, ഹദീസിൽ കാണാം, നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ള, അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ള ചില വാക്കുകളുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ചു പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മൾ പറഞ്ഞ ദിക്ർ, ഔറാദ്, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു തആല നമ്മൾ ഈ ചൊല്ലിയതിന് ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹു ഒരുപാട് പ്രതിഫലങ്ങളായി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിരവധി അനവധി ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകമായി ഉസ്താദ് ദുആരക്കണമെന്ന് ഒരുപാട് പേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തിനെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير والفضل كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മൊത്തത്തിൽ ദുആരക്കാൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. അർഹമുർ റഹീമീനായ കരുണയുള്ള രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായ മുഴുവൻ കാര്യങ്ങളും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ മജ്‌ലിസ് നീ കബൂലാക്കണേ അല്ലാഹ്. ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും സഹോദരങ്ങളും മുഅ്മിനീങ്ങളും പങ്കെടുക്കുന്ന മജ്‌ലിസാണ്. ഈ പറയുന്ന ആമീനിനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് നീ കബൂലാക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു പോയവരാണ് ഞങ്ങൾ ഓരോരുത്തരും. എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. നീ പൊറുത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ, ഞങ്ങളുടെ വാപ്പമാര്, ഉമ്മമാര്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കള്, മരുമക്കള്, പേരക്കുട്ടികൾ, കൂട്ടുകാര്, വീട്ടുകാര്, വേണ്ടപ്പെട്ടവര് എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ മരിച്ച് ഖബറിലേക്ക് ചെല്ലാനുള്ളവരാണ്. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാഹ്. ഖബറിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, പരലോകത്ത് ഞങ്ങൾ കടന്നു വരുമ്പോ റഹ്മാനെ, വിചാരണയില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, സ്വർഗത്തിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇരിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഈ ആമീൻ പറയുന്ന ഉമ്മമാരുണ്ട്, പാപ്പമാരുണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിന്റെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. വേദനകളുണ്ട് റബ്ബേ, വിഷമങ്ങളുണ്ട് റബ്ബേ, എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങൾ ദൂരീകരിച്ച് തരണേ അല്ലാഹ്. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി നീ തുറന്നു തരണേ അല്ലാഹ്. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. വീട് പണി നടക്കുന്നവരുണ്ട്, സ്വന്തമായി വീടില്ലാത്തവരുണ്ട്. അവർക്കെല്ലാവർക്കും നീ ആ വീടെന്ന സ്വപ്നം നീ പൂവണിയിച്ചു കൊടുക്കണേ അല്ലാഹ്. കടങ്ങളുണ്ട് റബ്ബേ, വിഷമങ്ങളുണ്ട് അല്ലാഹ്, രോഗങ്ങളുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, എല്ലാം നീ മാറ്റി സലാമത്ത് തരണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും സഹോദരങ്ങളും ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് പേര് രോഗത്തിലാണ് റബ്ബേ കഴിയുന്നത്. ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ടോ, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. സ്വാലിഹാത്തുകളാക്കി വളർത്തണേ അല്ലാഹ്. ഇന്ന് കാലം മോശമാണ്, കാലഘട്ടം മോശമാണ്, സംവിധാനങ്ങൾ മോശമാണ്. ഞങ്ങളും ഞങ്ങളുടെ മക്കളും വഴിതെറ്റി പോകുന്നതിന് തൊട്ട് കാക്കണേ അല്ലാഹ്. കഞ്ചാവിന്റെ അടിമയായി പോകുന്ന, പ്രേമത്തിൽ പെട്ടുപോകുന്ന, അല്ലാഹുവേ, ദുഷിച്ച സ്വഭാവങ്ങളിൽ പെട്ടുപോകുന്ന അവസ്ഥ വരുത്തല്ലേ റബ്ബേ. കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ,
ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളൊക്കെ വരികയാണ്, നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. നല്ല മാർക്കോടുകൂടി ഞങ്ങളുടെ മക്കൾക്ക് പരീക്ഷയിൽ എക്സാമിൽ പാസ്സാവാനുള്ള മഹാ തൗഫീഖ് നീ കൊടുക്കണേ അല്ലാ. പരീക്ഷ എഴുതുമ്പോൾ പഠിച്ചതെല്ലാം ഓർമ്മയോടുകൂടി എഴുതാനുള്ള മഹാബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾക്കും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളെയും ഞങ്ങളുടെ മക്കളുടെയും ഭാവി നീ സന്തോഷത്തിലാക്കണേ അല്ലാ. പ്രവാസികളായ ഒരുപാട് പേര് ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കാണുന്നവരാണ്, ദുആരക്കാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ലക്ഷദ്വീപുകാരായ അതുപോലെ തന്നെ കേരളത്തിന്റെ 14 ജില്ലകളിൽപ്പെട്ട അതുപോലെ തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്, ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരാണ്. എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ റബ്ബേ, ശാന്തി കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ റമദാനിലേക്ക് ഞങ്ങളെ എല്ലാവരെയും നീ എത്തിക്കണേ അല്ലാ. ചുരുങ്ങിയ ദിവസം മാത്രമാണ് വിശുദ്ധമായ റമദാനിലേക്ക് ഇനി ഉള്ളത്. അല്ലാഹുവേ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ആ റമദാനിനെ സ്വീകരിക്കാനും ആ റമദാനിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും നീ മഹാ തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. പഠിച്ചവനെ ഇനിയും ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം നിനക്കറിയാം. നീ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തി തരണേ അല്ലാ. വിഷമ പ്രയാസ സങ്കടങ്ങൾ മാറ്റണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ പലർക്കും പല ബുദ്ധിമുട്ടുകളുമുണ്ട്, പല തടസ്സങ്ങളുമുണ്ട്. എല്ലാ തടസ്സങ്ങളും മാറ്റിയിട്ട് എല്ലാവർക്കും ഖൈറായ നിലയിൽ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള മഹാസൗഭാഗ്യം നീ കൊടുക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഇന്നത്തെ മജ്‌ലിസ് അവസാനിച്ചിരിക്കുകയാണ്. നാളെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ, വിഷമ പ്രയാസങ്ങൾ മാറ്റി തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്‌ലിസിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.